നമസ്കാരം. പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നഗരസഭയിലെ UDF ഭരണസമിതിയുടെ ദുർഭരണത്തിനും വികസന മുരടിപ്പിനുമെതിരെ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും. നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പോർത്തുശ്ശേരി ശാഖയിലെത്തിയ നിക്ഷേപകൻ ബാങ്കിനകത്തെ കൗണ്ടറിലേക്ക് പെട്രോൾ ഒഴിച്ചു. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് ഭരണസമിതി റിസർവ് ബാങ്ക് സസ്പെൻഡ് ചെയ്തു. അഡ്മിനിസ്ട്രേറ്റർക്ക് ചുമതല. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട നഗരസഭയിലെ UDF ഭരണസമിതിയുടെ ദുർഭരണത്തിനും വികസന മുരടിപ്പിനും എതിരെ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും. മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ച ധർണയിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം TK സുധീഷ്, CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് TK വർഗീസ്, JDU മണ്ഡലം പ്രസിഡന്റ് രാജു പാലത്തിങ്കൽ, RJD മണ്ഡലം പ്രസിഡന്റ് AT വർഗീസ്, NCP മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് മണപ്പെട്ടി, INL മണ്ഡലം പ്രസിഡന്റ് റഷീദ് കാട്ടൂർ, CPIM ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് KR വിജയ എന്നിവർ പ്രസംഗിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ ഉല്ലാസ് കളക്കാട് സ്വാഗതവും ഡോക്ടർ KP ജോർജ് നന്ദിയും പറഞ്ഞു. കാൽ നൂറ്റാണ്ടായി അധികാരത്തിലിരിക്കുന്ന UDF ഭരണസമിതികളുടെ കെടുകാര്യസ്ഥതയിലും വികസന മുരടിപ്പിലും റോഡുകളുടെ ശോചനീയാവസ്ഥയിലും ആധുനിക അറവുശാലയും ഫിഷ് മാർക്കറ്റും പുതിയ ബസ് സ്റ്റാൻഡ് സമുച്ചയവും ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സും യാഥാർത്ഥ്യമാക്കാത്തതിലും പദ്ധതി വിഹിതം യഥാസമയം ചെലവഴിക്കാത്തതിലും ക്ഷേമ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാത്തതിലും പ്രതിഷേധിച്ച് മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് LDF നേതാക്കൾ നേതൃത്വം നൽകി. തങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള നേരത്തെയുള്ള അവരുടെ അഹങ്കാരബോധം ജനകീയമായ താല്പര്യങ്ങളെ നഗ്നമായി ലംഘിക്കുന്നതിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇരിഞ്ഞാലക്കുട നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗം. കാർഷിക മേഖലയെ അവഗണിച്ചുകൊണ്ട് ഇവിടുത്തെ പൊതുവികസന പദ്ധതികൾ നിഷേധിച്ചുകൊണ്ടുള്ള ഏകപക്ഷീയമായ ഒരു ഭരണം ഇരിങ്ങാലക്കുടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞൊരു കാര്യം, ഇവിടെ ആകെ നടക്കുന്നത് ലോഞ്ചിങ് സെറമണിയാണ് എന്നാണ്. ഉദ്ഘാടന മഹാമാണ്. ഉദ്ഘാടനം നടത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, പത്രത്തിൽ കൊടുക്കുന്നു, പ്രാദേശിക ചാനൽ വരുന്നു. ആ പദ്ധതികളുടെ യാതൊരു ഫോളോ അപ്പും നടത്താതെ ജനങ്ങൾക്ക് മേൽ വെല്ലുവിളി ഉയർത്തുന്ന ഈ ഭരണത്തെ വരുന്ന തെരഞ്ഞെടുപ്പിൽ കടലിലെറിയാൻ, പുഴയിലെറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾ സന്നദ്ധമാകും എന്ന പ്രഖ്യാപനമാണ് ഈ പ്രതിഷേധ മാർച്ചിലൂടെ ഇവിടെ പ്രകടിതമായിട്ടുള്ളത്. നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പോർത്തുശ്ശേരി ശാഖയിലെത്തിയ നിക്ഷേപകൻ ബാങ്കിനകത്തെ കൗണ്ടറിലേക്ക് പെട്രോൾ ഒഴിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10:45 ബാങ്കിന്റെ പോർത്തുശ്ശേരി ശാഖയിലെത്തിയ കൂത്തുപാലയ്ക്കൽ സുരേഷ് എന്ന നിക്ഷേപകനാണ് പെട്രോൾ ഒഴിച്ചത്. തന്റെ അക്കൗണ്ടിലുള്ള ചെറിയ തുക ലഭിക്കുന്നതിനായി സുരേഷ് കഴിഞ്ഞ മാസം 19-ന് ബാങ്കിൽ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ബാങ്കിലെത്തി പണം ആവശ്യപ്പെട്ടെങ്കിലും ഹെഡ് ഓഫീസിൽ നിന്നും തുക പാസ്സായിട്ടില്ലെന്ന് ജീവനക്കാർ അറിയിച്ചു. തുടർന്ന് തിരിച്ചുപോയ സുരേഷ് കുപ്പിയിൽ പെട്രോളുമായി തിരിച്ചെത്തി ജീവനക്കാർ ഇരിക്കുന്ന കൗണ്ടറിലേക്ക് ഒഴിക്കുകയായിരുന്നു. 2 വനിതാ ജീവനക്കാർ മാത്രമാണ് ഈ സമയം ബാങ്ക് ശാഖയിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിന് പുറകിൽ BJP ആണെന്ന് ആരോപിച്ച് CPIM പോർത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി.
കണ്ടാരന്തറ മൈതാനത്ത് നടന്ന പ്രകടനത്തിന് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ RL ജീവൻലാൽ, TK ജയാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ഏതൊരു പ്രദേശത്താണെങ്കിലും സഹകരണ സ്ഥാപനങ്ങൾ ആ പ്രദേശത്തിൻ്റെ അഭിമാനമായ, ആ പ്രദേശത്തിൻ്റെ സംരക്ഷകരായ, ആ പ്രദേശത്തിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം നിലനിൽക്കണം എന്നുള്ളതാണ് CPIMൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ കരുവന്നൂർ ബാങ്കിൽ അതിൽ ജോലിയെടുത്തിരുന്ന ഒരു കൂട്ടം ജീവനക്കാർ നടത്തിയ തട്ടിപ്പ്, അതിനെതിരായിക്കൊണ്ടുള്ള കർശനമായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അത് ക്രിമിനലായി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ എല്ലാ തരത്തിലുമുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് CPIM മുന്നോട്ട് പോയത്. അതേ സമയത്ത് ഈ തട്ടിപ്പ് പുറത്തു വന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ BJPയും നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷവുമെല്ലാം ചെയ്ത നിലപാടെന്താ? നാട്ടിലെ മുഴുവൻ നിക്ഷേപകരോടും ബാങ്ക് തകർന്നു, ഇനി നിങ്ങളുടെ നിക്ഷേപം എത്രയും പെട്ടെന്ന് പിൻവലിച്ചോളൂ എന്നുള്ള പ്രചരണം ഒരു ഭാഗത്ത് നടത്തി. മറ്റൊരു ഭാഗത്ത് ബാങ്കിൽ നിന്നും ലോൺ എടുത്ത ആളുകളോട് നിങ്ങൾ ആരും ഇനി ലോൺ അടയ്ക്കേണ്ടതില്ല, പൊളിഞ്ഞുപോയ ബാങ്കിൽ ലോൺ അടയ്ക്കാതിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് മെച്ചമുണ്ടാകുമെന്ന് നാട്ടിൽ പ്രചരിപ്പിച്ചു. ഒരേ തരത്തിൽ ഈ പ്രചരണം സംഘടിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന, ഈ നാട്ടിലെ സാധാരണക്കാരുടെ അത്താണിയായിട്ടുള്ള ഒരു സഹകരണ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ സംഭവവുമായി BJPക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് BJP മണ്ഡലം സെക്രട്ടറിയും മുനിസിപ്പൽ കൗൺസിലറുമായ TK ഷാജു, ട്രഷറർ ജോർജൻ കൊല്ലാട്ടിൽ എന്നിവർ പറഞ്ഞു. BJPയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. CPM ചെയ്ത കൊള്ള കൊണ്ട് അവർക്കെതിരെ ജനം കല്ലെറിയാൻ തുടങ്ങിയത് മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇരുവരും പറഞ്ഞു. വളരെ ഇവിടെ വന്നപ്പോഴാണ് ആളെ മനസ്സിലായത്. ആളെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ പണിയെടുക്കുന്ന ഒരാളാണ്. നല്ല അധ്വാനിയാണ് ആള്. പുറനാടുകളിലൊക്കെ പണിയെടുത്ത് സമ്പാദിച്ചിട്ടുള്ള സമ്പാദ്യമാണ് ഈ ബാങ്കിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു മാനസികമായ ഒരു ഫ്രസ്ട്രേഷൻ ആൾക്ക് ഉണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിരിക്കണം അങ്ങനെ ഒരു നിലപാടെടുത്തത്. പക്ഷേ ആ ചെയ്ത നിലപാടിന് ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുന്നില്ല. പെട്രോളൊക്കെ ഒഴിച്ച് എന്തെങ്കിലും ഒരു തീ വന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളിവിടെ വന്ന ബാങ്ക് ഞങ്ങളടക്കം സന്ദർശിച്ചു. BJPയുടെ നേതാക്കളായ ജോർജൻ ചേട്ടനുണ്ട്, ഇവിടുത്തെ ചേട്ടനുണ്ട്, ഞങ്ങൾ അതിന് സന്ദർശിച്ചു. അപ്പോഴാണ് വിചിത്രമായൊരു സംഭവം അറിയാൻ കഴിഞ്ഞത്. സുരേഷ് ചേട്ടൻ BJPക്കാരനെന്ന് പറഞ്ഞിട്ട് പുറത്തുശ്ശേരി കണ്ടാരന്തറ ആലന്തറയ്ക്ക് ഇപ്പം അതുമായി ബന്ധപ്പെട്ട് സമരം. ഇതിൽ BJPയോ CPMോ കോൺഗ്രസോ ഒന്നുമില്ല. ഇവിടെ പണിയെടുത്ത് സമ്പാദിച്ച് അവരുണ്ടാക്കിയ പൈസ ഇവിടെ കൊണ്ടുവന്നിട്ട് നേരത്തിന് അവർക്ക് ഉപയോഗിക്കാൻ കിട്ടാതെ വരുമ്പോൾ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് മാനസികമായി ഉണ്ടാകുന്ന ഒരു ഇത് മാത്രമേ. തന്റെ പണം ലഭിക്കാത്തതിലുള്ള മനോവിഷമം കൊണ്ട് ചെയ്തതാണെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നും സുരേഷ് പ്രതികരിച്ചു. 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിലേക്ക് താൻ പലതവണ കയറി ഇറങ്ങി വയ്യാത്ത കാലും വെച്ച് ഇന്ന് ചെന്നപ്പോഴും ഹെഡ് ഓഫീസിൽ നിന്നും പാസ്സായിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ആ സമയത്തുണ്ടായ ദേഷ്യത്തിലാണ് അങ്ങനെ ചെയ്തതെന്നും ഇതിന് രാഷ്ട്രീയവുമായി ബന്ധമില്ലെന്നും സുരേഷ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സുരേഷിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാങ്കിൽ നിസ്സാരമുള്ളോ ഈ സാധനത്തിന് ഒരു 100 പ്രാവശ്യം നമ്മളെ കയറ്റിക്കുമ്പോൾ നമുക്ക് വിഷമം വരില്ല. ഞാൻ അവരോട് പറയും ചെയ്തു, എനിക്ക് നിങ്ങൾ വിളിച്ചാൽ മതി, ഇന്ന ദിവസം നിങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തേക്ക് ഞാൻ വരുള്ളൂ, ഇങ്ങോട്ട് വിളിച്ചാൽ മതി. നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഹെഡ് ഉണ്ടാവില്ല. ഇവരിവിടെ നമ്മളൊരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ എനിക്ക് മേടിക്കാനുണ്ട് ഇതിൻ്റെ കൂടെ ഇതും കൊടുത്ത് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരത് പാസ്സായിട്ട് അവർ വിളിക്കില്ല, ഒന്നുമില്ല. നമ്മൾ ചെല്ലുമ്പോൾ നാളെ ഇങ്ങനെ കയറി ഇറങ്ങിയപ്പോൾ ആ കയറ്റം കയറുമ്പോൾ തന്നെ ഞാൻ കിടക്കി. വെയിൽ കൊള്ളാൻ പറ്റില്ല. ഞാൻ കാലത്ത് വല്ല പണിയൊക്കെ ഇതാ റോഡിലൊക്കെ കാണിക്കണത് കാലത്ത് കാണിക്കണത് അല്ലാണ്ട് വേറെ ഞാൻ ഒന്നും ഒരു പണിയെടുക്കില്ല. അതുകൂടി ഇരുന്നിട്ട് ഈ ലൈബ്രറി പുസ്തകങ്ങൾ വായിക്കും. 2 ലൈബ്രറി പുസ്തകമുണ്ട്. അത് ഓരോന്നും ഇങ്ങനെ മാറി വായിക്കും. അപ്പോൾ ഇവർ ഈ ചവിട്ടോടി ഇങ്ങനെ കയറ്റിയപ്പോൾ ഒരു വിഷമം. അപ്പോൾ ആ ദേശത്തിന് ഒരു പെട്രോൾ ഒഴിച്ച് ഇങ്ങോട്ട് വന്നു, ഇത്രയേ ഉള്ളൂ. ഒരു രാഷ്ട്രീയവും ഇല്ല. നമ്മൾക്ക് ഈ ചവിട്ടോടി കയറാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരോട് 100 പ്രാവശ്യം പറഞ്ഞു, എനിക്ക് ചവിട്ടോടി കയറാൻ പറ്റില്ല, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് പറയും. അപ്പോൾ പിന്നെ അതല്ല. അപ്പോൾ ഇവർക്ക് ഒരു തമാശ മാതിരിയാണ്. ഇവർ നമ്മളെ കൽപ്പിക്കുന്ന മാതിരി നമ്മളെ അങ്ങോട്ട് വരുത്തുക. വരുമ്പോൾ ചിലപ്പോൾ അവർ അങ്ങോട്ട് വിളിക്കും, ആ പാസ്സായിട്ടില്ല, ഇതില്ല, ഇതിങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഒരു ദേഷ്യം വന്നു. ആ ദേഷ്യത്തിൽ അങ്ങോട്ട് ചെയ്തതാണ്. അല്ലാണ്ട് ആ പൈസ അവർ ഇനി തരില്ല എന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോവില്ല. ഇതങ്ങനെയല്ല, അവർ തരാം, നാളെ വാ ഇങ്ങനെ പറഞ്ഞ് ചിറ്റിക്കുമ്പോഴാണ് മനുഷ്യന് ഇത്. നിസ്സാരമുള്ളോ? അധികമൊന്നുമില്ല.
രാഷ്ട്രീയമായിട്ട് യാതൊരു രാഷ്ട്രീയമായിട്ടൊന്നുമില്ല അതിൽ. ഏകദേശം എത്ര രൂപ ഇല്ല, അത് പറയേണ്ട സംഖ്യ ഒന്നും ഇല്ല. നിസ്സാരമുള്ള നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഒരു സംഖ്യയിൽ എനിക്കിപ്പോൾ എന്താ ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ പിള്ളേർ തരുന്നുണ്ട്. ഒരു 32,500 എന്ന് വിചാരിക്കും. ഈ 2,500 എനിക്ക് എടുക്കാനായിട്ട് എൻ്റെ പൈസ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 30 അവരെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ടോ? അത്ര തന്നെ. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പോർത്തുശ്ശേരി ശാഖയിൽ നടന്ന ആക്രമണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ബാങ്കിനെ തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ RL ശ്രീലാൽ പ്രസ്താവനയിൽ ആരോപിച്ചു. ബാങ്കിന്റെ പോർത്തുശ്ശേരി ശാഖയിൽ ജീവനക്കാർക്കും ബാങ്കിന്റെ വസ്തുവകകൾക്കും നേരെ BJP പ്രവർത്തകൻ പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ ആക്രമണം നടത്തുകയായിരുന്നു. ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നതിനും സമൂഹത്തിൽ അപകീർത്തി ഉണ്ടാക്കുന്നതിനും വേണ്ടി മനഃപൂർവ്വമായ ഇടപെടലുകളാണ് ഇത്തരം സമൂഹ വിരുദ്ധ സംഘങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. അക്രമം നടത്തിയ വ്യക്തിക്ക് ബാങ്കിൽ നിന്നും ഇതുവരെ 85,500 രൂപ തിരികെ നൽകിയിട്ടുള്ളതാണ്. 8,698 രൂപ മാത്രമാണ് ഇനി നൽകാനുള്ളത്. ഈ തുക ആവശ്യപ്പെട്ട് ബാങ്കിന് നൽകിയ കത്ത് പ്രകാരം വായ്പകളിൽ അടവ് വരുന്ന മുറയ്ക്ക് അടുത്ത ദിവസം തന്നെ തുക നൽകാനിരിക്കെയാണ് ബാങ്കിന്റെ ശാഖയിൽ ആക്രമണം നടത്തിയത്. ഇതിനു പിന്നിൽ ബാങ്കിനെ തകർക്കണമെന്ന ലക്ഷ്യം വെച്ചുള്ള ഇടപെടലുകൾ ഉണ്ടെന്ന് വ്യക്തമാണെന്ന് RL ശ്രീലാൽ പ്രസ്താവനയിൽ പറഞ്ഞു. കരുവന്നൂർ ബാങ്കിലെ വനിതാ ജീവനക്കാരുടെ നേർക്കുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ, CITU, സഹകരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. മാപ്രാണം സെന്ററിൽ നടന്ന പൊതുയോഗം CITU ഏരിയ സെക്രട്ടറി KA ഗോപി ഉദ്ഘാടനം ചെയ്തു. ധന്യ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ നേതാക്കളായ AT ഉണ്ണികൃഷ്ണൻ, ER വിനോദ്, PS വിശ്വംഭരൻ, P ശ്രീരാമകൃഷ്ണൻ, KM രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. IR ബൈജു സ്വാഗതവും KP ബിന്ദു നന്ദിയും പറഞ്ഞു. കരുവന്നൂർ ബാങ്കിലെ ജീവനക്കാർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് അപായപ്പെടുത്താൻ RSS ശ്രമം നടത്തിയതിൽ പ്രതിഷേധിച്ച് സഹകരണ ജീവനക്കാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വഴി കടന്നു വരുന്നത്. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, അണിനിരക്കുക. വായ്പകൾ തിരിച്ചുപിടിച്ച് നിക്ഷേപക്കാരുടെ പണം തിരികെ നൽകാനുള്ള പരിശ്രമം നടത്തുന്ന ജീവനക്കാരെ നിരുത്സാഹപ്പെടുത്തുവാനും ഭയപ്പെടുത്തുവാനും ശ്രമിക്കുന്ന BJPയുടെ ഗൂഢശ്രമങ്ങൾക്കെതിരെ സഹകരണ ജീവനക്കാർ നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വഴി കടന്നു വരുന്നത്. പഞ്ചായത്തിനകത്ത് ഇന്ന് രാവിലെ 12 മണിക്കുണ്ടായ ബാങ്കിനകത്ത് ജോലി ചെയ്യുന്ന 2 വനിതാ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള സംഘപരിവാർ, അതിലെ RSS BJP എന്ന പേര് പറഞ്ഞ് നടക്കുന്നവർ, അവരുടെ നേതൃത്വത്തിൽ ബാങ്കിനകത്തെ ജീവനക്കാരെ വകവരുത്താൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ഒരു ഇടപെടലാണ് കരുവന്നൂർ ബാങ്കിൻ്റെ ശാഖയിൽ ഉണ്ടായത്. എന്താണ് കരുവന്നൂർ ബാങ്കിൻ്റെ വിഷയം എന്നുള്ളതിനെ സംബന്ധിച്ച് കരുവന്നൂർ ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് ഭരണസമിതി റിസർവ് ബാങ്ക് സസ്പെൻഡ് ചെയ്തു. അഡ്മിനിസ്ട്രേറ്റർക്ക് ചുമതല. അഡ്മിനിസ്ട്രേറ്ററായി ഫെഡറൽ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് രാജു S നായരെ നിയമിച്ചു. അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലകൾ നിർവഹിക്കുന്നതിന് സഹായിക്കുന്നതിനായി ഉപദേശക സമിതിയെയും റിസർവ് ബാങ്ക് നിയമിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ K മോഹനൻ, ഫെഡറൽ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് TA മുഹമ്മദ് സഗീർ എന്നിവരാണ് ഉപദേശക സമിതി അംഗങ്ങൾ. 1 വർഷത്തേക്കാണ് നിലവിലെ ഭരണസമിതി സസ്പെൻഡ് ചെയ്തുകൊണ്ട് റിസർവ് ബാങ്ക് ഉത്തരവിറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈ 30-നാണ് ടൗൺ സഹകരണ ബാങ്കിന്റെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്ക് റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതോടെ നിക്ഷേപകർക്ക് 6 മാസത്തിനുള്ളിൽ 10,000 രൂപ മാത്രമേ പിൻവലിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നിക്ഷേപക ഇൻഷുറൻസ് സ്കീം പ്രകാരം 5 ലക്ഷം രൂപ വരെ നൽകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരുന്നതിനിടയിലാണ് ഭരണസമിതി സസ്പെൻഡ് ചെയ്തുകൊണ്ട് റിസർവ് ബാങ്ക് ഉത്തരവിറക്കിയിട്ടുള്ളത്. KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ പ്രസിഡന്റായുള്ള ഭരണസമിതിയാണ് വർഷങ്ങളായി ബാങ്കിലുണ്ടായിരുന്നത്. കാലിക്കറ്റ് സർവകലാശാല NSS പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ക്രൈസ്റ്റ് കോളേജ് ഓട്ടോണമസ് ഇരിങ്ങാലക്കുട NSS
യൂണിറ്റുകൾ 2022-2023 അധ്യയന വർഷത്തിലെ സാമൂഹ്യ സേവനത്തിന് ബെസ്റ്റ് NSS യൂണിറ്റ്, ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസർ, ബെസ്റ്റ് വോളണ്ടിയർ എന്നീ പുരസ്കാരങ്ങൾ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഏറ്റുവാങ്ങി. ക്രൈസ്റ്റ് കോളേജിലെ ഹിസ്റ്ററി വിഭാഗം പ്രൊഫസർ ജിൻസി SR ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസർ, കൃഷ്ണാഞ്ജലി ബെസ്റ്റ് വോളണ്ടിയർ എന്നീ ബഹുമതികൾക്ക് അർഹരായി. കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഡെനോജ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ PP രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. NSS റീജിയണൽ ഡയറക്ടർ YM ഉപ്പിൻ, സംസ്ഥാന NSS ഓഫീസർ ഡോക്ടർ ദേവി പ്രിയ, കാലിക്കറ്റ് സർവകലാശാല NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ NA ഷിഹാബ് എന്നിവർ പ്രസംഗിച്ചു. ഓൾ കേരള ഫ്ലോർ മിൽ തൊഴിലാളി യൂണിയനും പപ്പട നിർമ്മാണ തൊഴിലാളി യൂണിയനും RJD തൊഴിലാളി സംഘടനയായ ജനതാ ലേബർ യൂണിയനിൽ ലയിച്ചു. ഇരിങ്ങാലക്കുടയിൽ നടന്ന ലയന സമ്മേളനം ജനതാ ലേബർ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായ V സുരേന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫ്ലോർ മിൽ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ RJD ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാണി, നീലിയോട് നാണു, സിബി K തോമസ്, AT വർഗീസ്, MA ആസിഫ്, KK ഷാനി, ജോർജ് ഐനിക്കൽ, സാബു അമ്മനത്ത്, കാവ്യ പ്രദീപ്, കലാ രാജീവ്, അഡ്വക്കേറ്റ് പാപ്പച്ചൻ വാഴപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ഒരു പ്രധാനപ്പെട്ട ലയന സമ്മേളനമാണ്. സാധാരണ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കടന്നു വന്നാൽ വലിയ വീമ്പുപറച്ചിലിന്റെ ഭാഗമായി വലിയ പത്രമാധ്യമങ്ങളിൽ കൂടി കൂട്ടിഘോഷിച്ച് വലിയ വാർത്തകളാക്കി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കാറുണ്ട്. വോട്ടും കുരവയും ബഹളവും നാട്യങ്ങളും ഫ്ലെക്സ് ബോർഡുകളും ഒന്നുമില്ലാതെ ഒരുപാട് ചരിത്രത്തിന്റെ ഭാഗമാക്കി സോഷ്യലിസ്റ്റ് ഉപയോഗിച്ച ഈ ചെറിയ ഹാളിൽ നൂറുകണക്കിന് ആളുകളുള്ള, അതിൽ അവരുടെ പ്രതിനിധികളായിട്ട് പങ്കെടുക്കുന്ന 100ഓളം പേർ പങ്കെടുക്കുന്ന ഈ പരിപാടിയുടെ ഭാഗമാകുവാൻ എനിക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ട സുരേന്ദ്രൻ സാറിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സാധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിങ്ങാലക്കുട നഗരസഭയിലെ UDF ഭരണസമിതിയുടെ ദുർഭരണത്തിനും വികസന മുരടിപ്പിനുമെതിരെ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും. നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പോർത്തശ്ശേരി ശാഖയിലെത്തിയ നിക്ഷേപകൻ ബാങ്കിനകത്തെ കൗണ്ടറിലേക്ക് പെട്രോൾ ഒഴിച്ചു. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് ഭരണസമിതി റിസർവ് ബാങ്ക് സസ്പെൻഡ് ചെയ്തു. അഡ്മിനിസ്ട്രേറ്റർക്ക് ചുമതല. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.